ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ എൻഡ് ആകുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വിഷമിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യം ഇവിടെ അവസാനിച്ച് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ആ ഒരു കാര്യത്തിന് ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നിരുന്ന സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സ്വയം അത് സ്വീകരിച്ചതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് ജീവിതം ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊരു ചിന്ത ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം നിങ്ങളെടുക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ എത്ര വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായാലും അത് നിങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അവഗണനയോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ഒക്കെ ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിഷമം അകലാനുള്ള സമയമായി എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന സമയമാണ്. അതായത് നമുക്ക് കോൺഫിഡൻസ് തോന്നിയാലേ മറ്റുള്ളവർക്ക് നമ്മളെ അംഗീകരിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നൊരു സമയമാണിത്. അതുപോലെ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ജയിക്കണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം, എൻ്റെ ജീവിതം നന്നായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ വളരെ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ അത്തരത്തിലൊരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളെ അലട്ടുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിന് വിധി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസിന് മറ്റുള്ളവർ ശ്രമിക്കുന്നതാവാം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരുടെയെങ്കിലും അടുത്ത് നിന്നൊരു കോംപ്രമൈസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്.
പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പോയ ഒരു വ്യക്തി തിരികെ വന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതാവാം. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന ജോലി, ആ ഒരു ജോലി സ്ഥിരപ്പെടുത്തുന്നതാവാം. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ബ്രേക്കപ്പിലൊക്കെ പോയ ആൾക്കാരാണെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ മാരേജ് പോലൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുമല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരുന്ന ആൾക്കാർ അവർ പശ്ചാത്താപത്തോടെ തിരിച്ചു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇത് ഒരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് അവരുടെ ലോകമെന്ന് മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഇവിടെ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളെ തന്നെ വെച്ച് മറ്റാരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടാവാം. അതായത് അവരെപ്പോലെ എനിക്കാകാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു, എന്തുകൊണ്ടത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടി നല്ലത് അതാണ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പാരിസണൊക്കെ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മാനസികമായും അല്ലാതെയുമൊക്കെ ഒരുപാട് ഭാരം ചുമക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ചിലപ്പോൾ കുടുംബത്തിൻ്റെ ചുമതലകളൊക്കെ നിങ്ങളായിരിക്കാം മൊത്തം വഹിക്കുന്നത്. അപ്പോൾ ആ ചുമതലകളൊക്കെ നിർവഹിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ഇപ്പോൾ ആവശ്യമുണ്ടാവാം. സാമ്പത്തികത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ. അപ്പോൾ ഇവിടെ ഏത് മോശം സാഹചര്യത്തിൽ നിന്നുകൊണ്ടും മുന്നേറാനുള്ളൊരു കരുത്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തനുഗ്രഹമാണ് ജീവിതത്തിലേക്ക് ഉടനെ വന്നെത്തുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അധ്വാനത്തിനുള്ള ആ ഒരു ഫലം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയരുവാനുള്ള നിരവധി അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നുണ്ട്. മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് ചില സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആയാൽ മാത്രമേ നമുക്ക് ശരിക്കും പൈസ അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ പറ്റുള്ളൂ. മണി എനർജി എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അത് നമ്മൾ വേറെ എന്തിനെ അട്രാക്റ്റ് ചെയ്തെടുത്താലും നമുക്ക് പൈസ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിൻ്റെ വൈബ്രേഷൻ ശരിക്കും ഹൈ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഹൈ വൈബ്രേഷനിൽ നിന്നിട്ട് മാത്രമേ ആ ഒരു മണി അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഊർജങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഊർജം നമ്മൾ ഏത് ലെവലിലാണോ ഇരിക്കുന്നത് ആ ലെവൽ അനുസരിച്ചാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മോശം ഇമോഷൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എനർജി ലെവൽ ആ ഒരു കാര്യവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹൈ ആവണം. ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തി ചെയ്ത മോശം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കരുത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതോർത്തിങ്ങനെ വിഷമിച്ചിരിക്കരുത്. അങ്ങനെ വിഷമിച്ചിരുന്നാൽ, അതായത് അവർ നിങ്ങളോട് ചെയ്ത വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോർത്ത്
അവരോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ച് എനിക്ക് ആ വ്യക്തിയെ വേണമെന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള സന്തോഷവും നിങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകളും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇത്തരത്തിലുള്ള ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി ലെവല് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ആളിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ ഇരുന്നു കൊണ്ട് ഒന്നും തന്നെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയാണ് വേണ്ടിയതെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നതായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ചുറ്റുമുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് ഒഴുകി വരും. അപ്പോൾ നമ്മുടെ എനർജി ലെവലാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാകണം എന്നുള്ളത്. എപ്പോഴും വിഷമത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ വേദനയിലുമൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളാലൊക്കെ ഇരുന്നാൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മളെ വിട്ടു പോകില്ല. നമ്മൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങൾ ഈ ഒരു സമയം മാറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളെ വിട്ടു പോകുന്നതിന് നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കുന്നതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. പ്രാണായാമമൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം ഹൈ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.